الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فقد قال الله تعالى في القرآن المجيد: لقد كان لكم في رسول الله أسوة حسنة. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: من تمسك بسنتي عند فساد أمتي فله أجر شهيد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ അധ്യക്ഷനവറുകളെ, എൻ്റെ ശബ്ദം ശ്രവണപടങ്ങളാൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. മാനുഷിക മൂല്യങ്ങൾ പോലും മരവിച്ചു പോയ അധാർമികതയിലും അനീതിയിലും ആടിയലഞ്ഞൊരു സമൂഹത്തിനെ അത്യുന്നതയുടെ പടിക്കെട്ടിലേക്ക് പിടിച്ചുയർത്തിയ, അറേബ്യയിലും ചുറ്റുപാടും നടമാടിയിരുന്ന കിരാതമായ അടിമ സമ്പ്രദായത്തെ പാഠനം ചെയ്ത, പുരുഷ മേധാവിത്വത്തിന്റെ ചവിട്ടും തൊഴിയും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട കേവല ഉപഭോഗ വസ്തു മാത്രമായിരുന്ന അജ്ഞാനകാലത്തെ അറേബ്യൻ സ്ത്രീക്ക് പവിത്രത നൽകി ആദരിച്ച പ്രവാചകൻ. ഇങ്ങനെ പരിവർത്തനത്തിന്റെ കൊട്ടിയടക്കപ്പെട്ട കവാടങ്ങൾ പ്രവാചക ആഗമനത്തോടെ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു. ലോക ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, വെറും 23 വർഷക്കാലം കൊണ്ട് ഒരു സമുദായത്തിന്റെ സംസ്കാര ശൂന്യതയെ തകിടം മറിച്ചുകൊണ്ട് സഹവർത്തനത്തിന്റെ, സൽവർത്തനത്തിന്റെ, സംസ്കാര സമ്പന്നതയുടെ സമുന്നത സമുച്ചയത്തിലേക്ക് കൈപിടിച്ചേർത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു ചര്യയുണ്ടെങ്കിൽ അത് പ്രവാചക ചര്യ മാത്രമാണ്. ക്രിസ്ത്യൻ പൗരോഹിത്യ മണ്ഡലങ്ങളിൽ ആധിപത്യം ചെലുത്തിയിട്ടുള്ള മിസ്റ്റർ പോപ്പിന് പോലും അദ്ദേഹത്തിന്റെ റോൾ മോഡലിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നവരില്ല. യുഗാന്തരങ്ങൾ അത്ര കഴിഞ്ഞു കടന്നിട്ടും ലോകത്തിന്റെ മുഴുവൻ മാറാപ്പുകളുടെയും പടർന്ന് പന്തലിച്ച് അന്യമതസ്ഥരെ പോലും ആകർഷിപ്പിച്ചുകൊണ്ട് തത്തുല്യമില്ലാത്തൊരു ജീവിതശൈലി നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുകയായിരുന്നു പ്രവാചകൻ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അതെ, പ്രവാചക തിരുസുന്നത്തിൽ നമുക്ക് ഉത്തമ മാതൃകയുണ്ട്. അരാജകത്വവും അനീതിയും അഴിമതിയും കൊണ്ട് സംഹാര താണ്ഡവമാടിയിരുന്ന ഒരു സമൂഹം ഉന്നതികളുടെ മേലാപ്പുകൾ അലങ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമൂഹത്തിന്റെ പിന്തുടർച്ചക്കാരായ നാം ആകുന്ന ആധുനിക മുസ്ലിം സമൂഹം അതിന് നേർ വിപരീതമായി കാണപ്പെടുന്നത് എത്ര ഖേദകരമാണ്. പാശ്ചാത്യ സംസ്കാരവും സമ്പർക്കവും സമ്പ്രദായവും ഹസ്തദാനം ചെയ്ത അന്യമതസ്ഥരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വാലിപ്പുണരുന്ന അന്ധതയുടെ അനന്തവിഹായസിലൂടെ അധാർമികതയുടെ അന്ധകാരത്തിന്റെ അഗാധഗർത്തങ്ങളിലേക്ക് ആണ്ടുപോയൊരു സമൂഹത്തിന്റെ കൈപിടിച്ചേർത്താൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിലംപതിച്ചിരിക്കുന്ന ശോചനീയാവസ്ഥയിലാണ് ഇന്ന് സമൂഹം. അനാചാരങ്ങളാകുന്ന കൊടുങ്കാറ്റിന്റെ കെടുതിയിൽ ശങ്കിച്ചുന്ന ഒരു സമൂഹത്തിന്റെ ചൈതന്യവത്തായ മാനുഷിക മൂല്യങ്ങളെപ്പോലും കാർന്നു തന്ന് മസ്തിഷ്കത്തിൽ അലിഞ്ഞു ചേർന്ന സിരകളിലേക്ക് ആവാഹിച്ചെടുത്ത് മാനുഷിക മൂല്യത്തിന്റെ ത്രസിപ്പിച്ച ത്രാസുകളെപ്പോലും പൊളിച്ചെറിയുന്ന ശോചനീയാവസ്ഥയിലാണ് ഇന്ന് സമൂഹം. സഹോദരങ്ങളെ, അനാചാരങ്ങൾ അതിരുകവിയുകയാണ്. അതിന്റെ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് ആഴങ്ങളിലേക്ക് ഊളിയിട്ടുകൊണ്ടിരിക്കുകയാണ്. കല്യാണ മണ്ഡപങ്ങളിലും നിക്കാഹ് വേദികളിൽ പോലും ആരവങ്ങളുടെ അഴിഞ്ഞാട്ടത്തിന്റെ ആഘോഷത്തിമർപ്പിൽ പേമാരി തീർക്കുന്ന ശോചനീയാവസ്ഥയിലാണ് ഇന്ന് സമൂഹം. കല്യാണത്തിന്റെ തലേന്നും പിറ്റേന്നും ആടിച്ചാടി ഡാൻസ് കളിച്ച് നിക്കാഹിന്റെ വേദിയിൽ ഒരു തങ്ങളെയും കൊണ്ടുവന്നിരുത്തി നിക്കാഹ് നടത്തിയാൽ റബ്ബ് പൊരുത്തപ്പെടുമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരൻ എന്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അഹ്ലു ബൈത്തിനോട് ചെയ്യുന്ന അനാദരവാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ആടിച്ചാടി തിന്നു കൊടുച്ച് മൈലാഞ്ചി കല്യാണം എവിടെന്ന് വന്നടോ അന്യമതസ്ഥരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വാരിപ്പുണർന്ന് പ്രവാചക തിരുസുന്നത്തിന്റെ നടുറോട്ടിലേക്ക് വലിച്ചെറിയുന്ന മുസൽമാനെ സമ്പന്നരെ നിർത്താണ്ടിരിക്കുന്ന ഇത്തരം തമ്മാടിത്തരങ്ങൾ, ആഡംബരങ്ങളിൽ തിമിർത്താടി ഭക്ഷ്യവൈഭവങ്ങളുടെ വിഭവ സമൃദ്ധി തീർത്ത് ഒടുവിൽ അതെല്ലാം വേസ്റ്റ് കൊയിലേക്ക് വലിച്ചെറിയുന്ന മേധാവിത്വ പരീക്ഷകള്, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ അറുതിയില്ലാത്ത വെറുതിയിൽ പൊറുതി മുട്ടിക്കഴിയുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ തീർക്കുന്ന ആഡംബരങ്ങളും അരക്ഷിതാബോധവും നിങ്ങളെ വഞ്ചിതരാക്കിയിരിക്കുകയാണ്. തലയോട്ടികളെ പോലും ചാരമാക്കി കളയുന്ന അഗ്നിനാളങ്ങളെ നിങ്ങൾ മറക്കുകയാണോ? നീച്ചവും നികൃഷ്ടവുമായ കർമ്മപരമ്പരകളിൽ നിരതമായ മനുഷ്യത്വത്തിൽ നിന്നും മൃഗീയതയിലേക്ക് ചേക്കേറിയ യൂറോപ്യൻ സംസ്കാരങ്ങൾ എടുത്തന്നെ മാത്രം എന്ത് പവിത്രതയാണോ അവർക്കുള്ളത്. മനുഷ്യ തലയോടുകൾ കൊണ്ട് പിരമിഡുകൾ തീർത്ത, മനുഷ്യാവകാശത്തിന്റെ സർവ്വപേരുകളും പിഴുതെറിഞ്ഞ, മനുഷ്യത്വം മരവിച്ചു പോയ സമൂഹത്തിന്റെ അനുയായികളാവാനാണോ ഒരു പവിത്ര സമൂഹം ആഗ്രഹിക്കുന്നത്? മ്ലേച്ഛതയിലാടിയിരുന്ന ഒരു സമൂഹത്തിന്റെ അനുയായികളാവാനാണോ ഒരു പവിത്ര സമൂഹം ആഗ്രഹിക്കുന്നത്? من تمسك بسنتي عند فساد أمتي فله أجر شهيد.
പ്രവാചക തിരുസുന്നത്തിന്റെ ഈ പ്രമ ഭംഗിപ്പോകുന്ന ഈ അവസാന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ സുന്നത്തിനും ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതിനാൽ അപകർഷബോധത്തിൽ ശങ്കിച്ചു നിൽക്കാതെ ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകളെ പ്രവാചക തിരുസുന്നത്തിനാൽ അലങ്കൃതമാക്കി മൂല്യമുള്ള ഒരു ജീവിതത്തിന്റെ സാരഥികളാകാൻ നാഥൻ തുണയേകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.